സിദ്ധാർത്ഥനോടൊപ്പം മർദ്ദനമേറ്റെന്ന് പറയുന്ന 3 ദിവസവും കൂടെയുണ്ടായിരുന്ന അക്ഷയെയും പ്രതി ചേർക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അക്ഷയാണ് ഫോൺ സിദ്ധാർത്ഥന് കൈമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവനെ എല്ലാം അറിയാമെന്ന് അമ്മ പറയുന്നു. 20-ാം തീയതി ഇവിടെ വന്ന ദിവസം ഞാൻ അക്ഷയെ പിടിച്ച് ചോദിച്ചപ്പോൾ അക്ഷയ് കുനിഞ്ഞിരുന്ന് കരയുന്നു. അപ്പോൾ നിന്നും കൊണ്ട് 2-3 കുട്ടികളിൽ ഒരു പെൺകുട്ടി ചോദിക്കുന്നു, നിനക്കൊക്കെ ഇപ്പം തൃപ്തിയായില്ലേ, സമാധാനമായില്ലേ എന്ന് ഉറച്ചു ചോദിക്കുന്നു. എന്തായാലും അക്ഷയിന് കുറച്ച് കാര്യങ്ങൾ അറിയായിരിക്കും. മകന് നീതി കിട്ടിയില്ലെങ്കിൽ സമരത്തിനിറങ്ങാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പ്രമുഖന്റെ മകനായതുകൊണ്ടാണോ പ്രതിപട്ടികയിൽ അക്ഷയെ ചേർക്കാത്തതെന്നും അച്ഛൻ ജയപ്രകാശ് ചോദിക്കുന്നു. ഇപ്പോൾ 18 പേരോ 19 പേരോ എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും സൂത്രധാരനായിട്ട് നിന്ന അവന്റെ ഒരു ആദ്യം മുതലുള്ള ഒരു കൂട്ടുകാരനുണ്ട് അക്ഷയ്. അവന്റെ അവസാനത്തെ 3 ദിവസം അവന്റെ ഫോൺ കൺട്രോൾ ചെയ്ത അക്ഷയ. ക്യാമ്പസുകൾ രാഷ്ട്രീയ തടവറകളാകുന്നുവെന്നും താനായിരുന്നു മന്ത്രിയെങ്കിൽ ഡീനിനെ എപ്പോഴേ പുറത്താക്കിയേനെന്നും CPI നേതാവ് C. ദിവാകരൻ. ഇവിടെയാണോ വിദ്യാഭ്യാസ ഹബ്ബ് വരുന്നതെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. കുറെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി കലാശാലകളിൽ തമ്പടിച്ചിരിക്കുക. ആശയ സമരങ്ങൾ നടത്തേണ്ട വിദ്യാർത്ഥി ലോകമെന്ന് ആയുധങ്ങൾ കൊണ്ട് മത്സരിക്കുകയാണ്. പ്രതികൾ മയക്കുമരുന്നിന് അടിമയാണോ എന്ന് അന്വേഷിക്കണമെന്ന് SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് കുറുപ്പ് ആവശ്യപ്പെട്ടു. SFI തിരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിക്ക ക്യാമ്പസുകളിൽ SFI ഒറ്റ സംഘടനയാണ്. ആ സംഘടനയിലേക്ക് എല്ലാ തരത്തിലുമുള്ള കുട്ടികൾ വരുന്നുണ്ട്. അവരെ ഒന്നും പ്രോപ്പറായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കാനോ SFI എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നോ മനസ്സിലാക്കാനോ പഠിപ്പിക്കാനോ പറ്റാതെ പോകുന്ന സ്ഥിതി ഉണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.